വയസ്സിൻ്റെ ഒരു മസൂലൊക്കെ നമ്മുടെ എക്സ്പ്രസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ വീണ്ടും വേണ്ടി വന്നേക്കാണ്. ഇന്ന് വീടുണ്ടാവില്ലെന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇന്ന് വീഡിയോ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പറക്കാം. ഇന്ന് പ്രത്യേകിച്ച് ജോലിയും ചെയ്യാനില്ല. ചിലപ്പോൾ ഓണം വെക്കേഷന് മുമ്പ് ഞാൻ ചിലപ്പോൾ അടുത്ത സീരീസ് സ്റ്റാർട്ട് ചെയ്യും. നോക്കട്ടെ, ചിലപ്പോൾ അതിന് മുമ്പ് ഞാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കിയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പറക്കാം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നാലേക്കാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്, വെറുതെ വെള്ളക്കം ചുറ്റിക്കാണ്. ഹലോ, സുഖല്ലേ? നമുക്കിന്ന് എക്സ്പ്ലോറിങ്ങിന് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നേരെ എക്സ്പ്ലോറിങ്ങിന് പോവാം. നമ്മൾ ഇന്ന് എക്സ്പ്ലോറിങ്ങിനാണ് പോകാൻ പോകുന്നത്. എക്സ്പ്ലോറിങ്ങിന് പോകണം. അതിന് മുമ്പ് എൻ്റെ പെട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. എൻ്റെ പെട്ടിയിൽ സാധനങ്ങളൊന്നുമില്ല. അന്ന് ചില റോക്കറ്റൊന്നുമില്ല. എൻ്റെ റോക്കറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ റോക്കറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഈ പെട്ടി റോക്കറ്റ് ഉണ്ട്. നമുക്ക് റോക്കറ്റ് വേണം. ഫുഡൊന്നും വേണ്ട, ഫുഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാക്ക് കണക്കിന് റോക്കറ്റ് എടുത്തിട്ടുണ്ട്. അത്ര സ്റ്റാക്കൊന്നുമില്ല, ഒരു സ്റ്റാക്ക് 18 എണ്ണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 18 എണ്ണം യൂസ് ചെയ്യാം. അധികം ദൂരം പോകുന്നില്ല. ഇപ്പോൾ രാത്രിയാവാറായി. നമുക്ക് നേരെ കിടന്നുറങ്ങി എണീറ്റിട്ട് നേരെ നമുക്ക് രാവിലെ പോവാം. ഓക്കെ, രാത്രിയായി കിടന്നുറങ്ങി. അപ്പോൾ നേരെ ഇപ്പോഴേക്കും 3 ഓക്കെ 3 പറഞ്ഞപ്പോഴത്തേക്കും നേരം വിളിച്ചു. അപ്പം നമുക്ക് നേരെ അവിടെ വേൾഡ് എക്സ്പ്ലോറിങ്ങിന് പോവാം. ഓക്കെ, നമ്മൾ നേരെ എക്സ്പ്ലോറിങ്ങിന് എത്തിയിട്ടെന്ന് വെച്ചാൽ എക്സ്പ്ലോറിങ് എത്തിയിട്ടില്ല. നമ്മൾ ഇവിടെ നിന്നല്ല എക്സ്പ്ലോറിങ് വന്നേക്കണം, കുറച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ ജംഗിളാണ്. ആ ജംഗിളിനകത്ത് കുറച്ച് എക്സ്പ്ലോറിങ് ചെയ്യുക. നല്ല അടിപൊളി മരം. നല്ല സൂപ്പർ ബയോമാട്ടാ. ഇതുപോലത്തെ ബയമൊക്കെ വേണം. ഇപ്പോൾ പുതിയ ബയമൊക്കെ ഇറങ്ങി, സൾഫർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് ഇറങ്ങിയ ബയമാണ് സൾഫർ ബയം എന്നൊക്കെ പറഞ്ഞിട്ട്. സൾഫർ കേവ, സൾഫർ സ്പൈഡർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് ചാവസ് ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിലട്ടെ, അതൊക്കെ അത് സീനാണ്, അടിപൊളിയാണ്. അത് ബയമൊക്കെ സീനാണ്. അതെ ഉണ്ടാ. ഈ കോഴിയൊക്കെ വന്നിട്ട് എത്ര നാളായെന്നറിയോ? എത്ര നാളായി? 5 വർഷമായി. എത്ര നാളായി ഒന്ന് പറഞ്ഞിട്ട് പോമേൻ? 3 കൊല്ലം. 3 കൊല്ലായില്ലേ? 3 കൊല്ലോ? എനിക്കറിയണ്ട. ഇതേ മീൻകുട്ടിനെ പോലെ തത്തവാണ്, പക്ഷെ ഇത് മീൻകുട്ടിയല്ല, അതാണ് കുട്ടൻ. അത്ര പേരാണ് കുട്ടൻ. കുട്ടൻ തത്തനെ കാണാൻ വേണ്ടി നമ്മതേ വന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ ഒന്ന് എക്സ്പ്ലോറിങ്ങിന് വന്നതാണ്. സ്ക്രീൻഷോട്ട് വെച്ചാലോ? സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട്. അപ്പം സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി എടുക്കട്ടെ. കുറച്ച് പൊക്കത്തിരിക്കാം, ഇത്ര മതിയത്. ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. മിക്കവാറും ഇതായിരിക്കും തമ്മിൽ വരാൻ പോണത്. ഷീൽഡൊക്കെ. അയ്യോ, ടോട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സേഫ്റ്റി വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഞാൻ ഇതെടുത്തില്ല, ബെഡ് എടുത്തില്ല. ബെഡ് എനിക്ക് എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ എന്താ ടെസ്റ്റിലുണ്ടായിരുന്നു ബെഡ്. വെറുതെ വന്നല്ലേ. നല്ല ബാമ്പു ഉണ്ട്, ബാബു, നല്ല അടിപൊളി ബാബു. ഇഷ്ടം പോലെ തത്തുണ്ട് കേട്ടോ. എൻ്റെ പേര് മുസബ്. മാമൻ സുഭാഷ്. നമുക്കിനി അങ്ങോട്ട് കുറച്ച് ബോട്ടിലൊക്കെ പോകേണ്ടി വരുമല്ലോ. ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് മരം വേണം. അപ്പം നമുക്ക് നേരെ മരം വിട്ടിട്ട് ബോട്ട് ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിരുന്നില്ല, നമ്മൾ പ്ലാൻസ് വെച്ച് ഉണ്ടാക്കിയതാണ്. അത് ഞാൻ എന്തുണ്ടാക്കാൻ വന്നില്ല. ബോട്ട് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ബാക്കി പ്ലാൻസ് നമുക്ക് ഇവിടെ കളയാം. എന്നിട്ട് നമ്മുടെ ഈ ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ബോട്ടിൽ പോവാം. ഇനി മുതൽ അതെ. മീനിക്കുട്ടിനെ പോലെ തത്ത. മീനിക്കുട്ടിനെ പോലെ തത്തയില്ലേ? എൻ്റെ ബോട്ടിൽ കയറുന്നു. ഇതാണ് മീൻകുട്ടി, കൊത്ത മീൻകുട്ടി. അതിനെ കൊണ്ട് പോടാ.
ഇനി ഞാൻ പൊട്ടിക്കറിയുണ്ട്. ആ മീൻകുട്ടി തത്തവായോ എന്നെ മേത്തങ്ങാനുണ്ടത്. അത് മീൻകുട്ടിയല്ല, പക്ഷെ എന്താണ് ഫോൾട്ടിങ് ആയിട്ടുണ്ടത്. നമ്മളെ മീനുകുട്ടിയാണ് ഇനി പന്നി വന്നേണോ എന്താണ് സാധനം? അതിലോട്ടെ നമുക്കിപ്പോൾ നേരെ പോയിട്ട് ലെഫ്റ്റ് ഇരുന്ന് റൈറ്റ് എടുത്ത് തെക്കോട്ട് പോവുക. ഇവിടെ സോംബിക്ക് സ്പോണായി. അതിനടുത്ത് തണ്ടർ സ്റ്റോം എന്നാണ് തോന്നുന്നത്. സാറിന് തണ്ടർ സ്റ്റോമിലല്ലേ സോംബീസൊക്കെ സ്പോണാണ്. എക്സ്പ്ലോറിന് ഞാനുണ്ട് കുറച്ച് നേരമായി. ഒരു 5 മിനിറ്റ് ആവുകയാണ് നമ്മൾ എക്സ്പ്ലോറിനൊക്കെ വന്നിട്ട്. നല്ല സ്ഥലമാണ് ഇതൊക്കെ. അല്ല ഞാനെന്തിനാ ബോട്ടിൽ പോണ്? എൻ്റെ മറ്റേതുണ്ടായിരുന്നു. എടാ മണ്ട, തത്തനെ കൊന്നപ്പോൾ സമാധാനം ഇല്ലടാ നിനക്ക്. ക്രാഫ്റ്റിൻ്റെ അവിടെ നമുക്കിനി വേണ്ട. ഞാൻ എന്തിനാണ് റോക്കറ്റൊക്കെ എടുത്തത്? ഞാൻ എന്തിനാണ് റോക്കറ്റ് എടുത്തത്? പറന്ന് പറക്കാൻ എൻ്റെ കൈ വരും. ഇവിടെ വിച്ചൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഫൈറ്റൊക്കെ ചെയ്യാം. ഒന്ന് വിച്ച ഞങ്ങള് വിച്ച് പറന്നുപോയി. ഷീൽഡ് വെച്ചാ വിച്ച് എറിഞ്ഞാല് മേത്തുള്ളൂ. കൊള്ളും കൊള്ളും കൊള്ളും. എനിക്കത്തല്ല ഡാമേജ് കിട്ടൂല. ഞാൻ പ്രോയല്ലേ. ശരിയാണോ? മഴയത്ത് കത്തു തുമ്പി. ഇനി തിരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ എത്തുമോ? വീട്ടിൽ പോയാ എന്താ എക്സ്പ്ലോറിംഗ് ഒക്കെ ഇത്രയുള്ളൂ. ബെസ്റ്റ്. നല്ല സ്ഥലത്ത് വീടാ എന്റെ മോനെ സോംബി. എനിക്കെന്താ സ്പീഡിൽ ഓടാൻ പറ്റാത്ത? ഹലോ, എന്നെ കണ്ണി നോക്കി നോക്കി എന്തേ പോടങ്ങട് എന്തേ അവിടെ നോക്കി വന്നടിക്കണ്ട്. ചാവല്ലേ? എവിടെ എവിടെ എവിടെ? ടാറ്റാ. ഓ അവിടെ രണ്ടായി. വെള്ളത്തിൽ രണ്ടായി. നമുക്കിതോട്ട് വെച്ച് പറഞ്ഞു പോയാലോ? ഞാൻ കുറച്ച് ഭക്ഷണം നീക്കട്ടെ. നമുക്ക് മറ്റേതിർത്തോട്ട് പോ. എന്തർപ്പേൽ ഇങ്ങനെ ഇവിടെ ലാൻഡാവൂലേ? ലാൻഡാവും. പറക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എൻഡർമാനായിട്ട് ഫൈറ്റ് ചെയ്യട്ടാ സബേ. എൻഡർമാനായിട്ട് ഞാൻ അന്ന് ദിവസം വിതരണം സ്പോണ്ട് ചെയ്തിരുന്നില്ലേ? ആ വിതരണം ഞാൻ കൊന്നിരുന്നു. ആ കൊന്ന സ്ഥലം കാണിക്കണമെന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ ചാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആർമർ മൊത്തം അഴിക്കണം. ഷീൽഡൊന്നും വേണ്ട, ഹൈലൈറ്റർ മാത്രം മതി. നല്ല ആകാശത്ത് കുറക്കണം. ഞാൻ ചെസ്റ്റ് പ്ലേറ്റ് ഇടണം. എന്നിട്ട് നമ്മൾ താഴത്തിടണം. ചെസ്റ്റ് പ്ലേറ്റ് മാറ്റണം. അതിലൊന്നും വേണ്ടില്ല. നമ്മൾ നേരെ ചാവണം. ചാവുമ്പോൾ നമ്മൾ നമ്മുടെ വേൾഡിലോട്ട് സ്പോണാകും. അപ്പോൾ ഞാൻ കൊന്ന സ്ഥലം ഒന്ന് നോക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആ കുഴി കാണണോ? ഇതാണ് ആ വിതർ കുഴിച്ച കുഴി. ഞാൻ കുഴിച്ച കുഴിയല്ല, സത്യമായിട്ട് ഞാൻ കുഴിച്ച കുഴിയല്ല. ഇതാണ് ആ വിതർ കുഴിച്ച കുഴി. ഞാനിങ്ങനെ പറന്ന് വരല്ല. ഓ ചാവല്ലേ? അതില്ല. അപ്പോൾ ഞാൻ നല്ല കുഴിയെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പതുക്കെ ഗ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പതുക്കെ താഴോട്ടിറങ്ങാം. ഇവിടെ എത്ര ഡാമേജ് ഉള്ളൂ. ഞാനിങ്ങനെ ക്രിയേറ്റീവായിട്ട് പതുക്കെ ഇങ്ങനെ വിതർ ഇവിടെ നോക്കി വരില്ല. ഞാൻ നോക്കണില്ല വിതറിൻ്റെ ഇതൊക്കെ അവിടെ മുകളിലെഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ നേരെ ഇതിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ
വിതർ കൊടുക്കണ്. ഞാനാണെങ്കിൽ തല്ലി ഇങ്ങോട്ട് നീക്കി. വിതറാണെങ്കിൽ ഇവിടെയൊക്കെ പൊളിച്ച് ഇത് ഇവിടെ വന്ന് ഇവിടെ നിന്ന് പിന്നെ അവിടെ കുറേ തല്ലി ഇതിനെ കൊല്ലാൻ നോക്കി. ഞാൻ അവിടെ നിന്ന് നേരെ പറഞ്ഞ് പൊളിച്ച് നേരെ ഇവിടെ കൊന്ന്. ഇനി ഇവരിട്ട് ഞാൻ കുറേ തല്ലി, പക്ഷേ ഒന്നും പറ്റില്ല. അങ്ങനെ വിതർ പൊളിച്ച് നേരെ ഇവിടെ കൊന്ന്. ഇവിടുത്തെ അവിടെ സ്റ്റക്കായി. ഞാൻ ചാടി വിതറിനെ തല്ലിയാണ്ട് കൊന്ന്. അങ്ങനെ വിതറിനെ കൊന്ന്. ഇവിടെ ഒരുപാട് വിതർ കുഴിച്ചിട്ട് ഞാൻ നോക്കുമ്പോഴല്ല ഒരുപാടായിട്ട് താഴ്ത്തിറങ്ങണ്. അങ്ങനെ എത്തി. ഓക്കെ, അപ്പം ഡയമണ്ട് ആർമർ അല്ല ഫുൾ ഗോൾഡ് ആർമർ ഇട്ട ഇവൻ ആര് സോംബി. അപ്പോൾ ഓക്കെ, സോംബി നിൻ്റെ കയ്യിൽ നിന്ന് അടി കൊണ്ട് ചാവണം, അതാണ് ഒരു രസം. അപ്പം നിങ്ങൾ വിട്ട് പിന്നെ വാ. ടാറ്റാ ബൈ ബൈ. കൊല്ല് വേഗം കൊല്ലങ്ങോട്ട് കൊല്ല്.